ഹലോ, ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെന്താ, ഇന്നൊരാളെ കുറിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഫ്രണ്ടിനെ പടുത്ത് കിട്ടിയ ഫ്രണ്ടിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. ഒരു മുസ്ലിമാണ് കേട്ടോ. എന്നെക്കാട്ടി പ്രായം കൂടുതലാണോന്നും അറിയില്ല, കുറവാണോന്നൊന്നും അറിയില്ല. ഇങ്ങനെ മഫ്തൊക്കെ കുത്തിയിട്ട് എൻ്റെ അതേമാതിരി സെറ്റപ്പാണ്. പെട്ടെന്ന് ഞങ്ങളെ കടയുടെ ഓണർ പറഞ്ഞൊരു ദിവസം, പെട്ടെന്ന് ഞാൻ കണ്ടപ്പേ നീയാണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. പെട്ടെന്ന് രൂപ ഇതൊക്കെ കാണുമ്പോൾ ഇന്ന മാതിരി, പക്ഷെ എൻ്റെ അത്രയ്ക്ക് വണ്ണമല്ല, ആൾ വണ്ണം കുറഞ്ഞിട്ടാണ്. അപ്പോൾ ആൾ ഇവിടെ കടയുടെ ഈ സ്റ്റോപ്പിൽ നിന്ന് ഒരു 3 വീട് അപ്പുറമാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ ബസ്സിൽ വരുമ്പോൾ ഞാൻ ഇറങ്ങിയപ്പോഴാണ് ആൾ കയറാറ്. ഇതൊന്നും ഓടി ഓടി വരണേ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, പഠിച്ചോനെ ഇതെന്തിനും ഇങ്ങനെ ഓടിയിട്ട് ഇങ്ങനെ വരണത് എന്ന് വിചാരിക്കും. 5 മിനിറ്റ് നേരത്തെ ഇറങ്ങിയാൽ മതിയില്ലേ എന്നൊക്കെ. നമുക്ക് കണ്ട കല്യാണം കഴിഞ്ഞൊന്നും തോന്നൂല. നമുക്ക് പിന്നെ കുട്ടികൾ ഇതൊക്കെ ഉള്ള കാരണം, പണികൾ ഇതൊക്കെ ഉള്ള കാരണം ഓടി വരണേ കാണാം കേട്ടോ. കതച്ചിട്ടൊക്കെ ചില സമയത്ത് വരണേ കാണാം. ചില സമയത്ത് ബസ് കിട്ടാറില്ല. പിന്നെ ഒരു ദിവസം എന്നെ കണ്ടപ്പോൾ, ഞാൻ അവിടെ ഷട്ടർ തുറന്നിട്ട് എന്നെ കണ്ടപ്പോൾ ഇനി ബസ് ഉണ്ടോയെന്ന് ചോദിച്ചു. അതിൻ്റെ തൊട്ട് ബാക്കിലൊരു ബസ് ഇപ്പോൾ വരുമെന്ന്. എന്നാൽ ശരി ഇട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പിറ്റേ ദിവസം അപ്പം ഞാൻ പിറ്റേ ദിവസം കണ്ട് ചിരിച്ചു. പിന്നെ അതേമാതിരി അയാൾ ജോലി കഴിഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ഇത് ഗ്ലാസ് ഉള്ള കടയാണ്. അപ്പോൾ ആൾ പോണ സമയത്ത് എനിക്കിവിടെ ഇരുന്നാൽ കാണാൻ ആൾ പോകണം. ഇങ്ങനെ ഹായ് കാണിച്ചു. അപ്പം പിന്നെ ഹായ് എന്ന് ഇവിടെ നിന്ന് ഞാൻ കാണിച്ചു. അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് എന്നോട് വെച്ച് എവിടെ വീട് എന്ന് വെച്ചു. പിന്നെ പുൽക്കണ്ണിന്ന്. അപ്പം പിന്നെ പറഞ്ഞു അതറിയില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അപ്പുറത്തുള്ള സ്റ്റോപ്പിൽ പോയിട്ടുണ്ട്, അവിടേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആണോ എന്ന് വെച്ച്. എന്നിട്ട് പിന്നെ അവിടുന്ന് ആളെന്ത് ചെയ്തു, ഒന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആളെ കാണാനില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ നോക്കും, പഠിച്ചോനെ ഇത് എവിടെ പോയി. ഈ ഭാഗത്താണെങ്കിൽ കൂടുതൽ ക്രിസ്ത്യാനികളാണ്. 3 വീട് അപ്പുറമാണെന്ന് അറിയാം, പക്ഷേ കൂടുതൽ ക്രിസ്ത്യാനികളാണ്. ഇപ്പോൾ അവിടെ വാടകയ്ക്ക് നിൽക്കണമെന്നും പറഞ്ഞിട്ട്. പിന്നെ എനിക്കറിയില്ല. ഞാൻ പോയിണ്ടാവും, നാട്ടിൽ പോയിണ്ടാവും എന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആൾ വരുന്നത് ഞാൻ വെച്ചാൽ എന്ത്. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ഇയാൾ വരണ കാടി മുന്നേ ചിലപ്പോൾ ബസ് കിട്ടാറുണ്ട്, അപ്പോൾ പോകുന്നതാണ്. അപ്പം ഞാനാണ് അപ്പം നേരെ വൈകണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ സ്ഥിരമായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് വരണ ബസ്സിൽ തന്നെ ഞാൻ വരുന്നത്, മാറ്റമൊന്നുമില്ല. അപ്പം അഥവാ നേരെ വൈകണമെങ്കിൽ ഞാൻ വല്ല ഉണ്ണിയുടെ സ്കൂളിലേക്ക് എന്തെങ്കിലും പോവുകയാണെങ്കിൽ ചേച്ചിനോട് ചേച്ചി ഞാൻ കുറച്ച് നേരം വൈകിട്ടാണ് വരികയെന്ന് പറയും. അപ്പം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയും. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഉണ്ണിയോളം സ്കൂളിലേക്ക് പോകും. കൂടുതൽ അവിടുക്കണം. പിന്നെ ഇവിടെ പഞ്ചായത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ പോകാണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങാടിയിൽ നിന്ന് പോകേണ്ട ദൂരമുള്ളൂ. കടയുടെ അവിടുന്ന് കുറച്ച് നടന്നാൽ മതി. പഞ്ചായത്തിലേക്കായാലും കറണ്ട് ബില്ല് അടക്കാനാണെങ്കിലും ഇവിടുന്ന് കുറച്ച് നടന്നാൽ മതി. ഷോപ്പിൽ നിന്ന് കുറച്ച് നടന്നാൽ മതി. അപ്പം എൻ്റെ മനസ്സിൽ ഇത് വല്ല ബാങ്കിലാണ് വർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചോദിച്ചു എവിടെ, ഒരു ദിവസം കണ്ടപ്പോൾ ചോദിച്ചു എവിടെ വർക്ക് ചെയ്യണേ. അപ്പം എന്നോടാണ് ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടറാണെന്ന് കണ്ടാലേ തോന്നില്ല, ഒരു സാധു. എൻ്റെ അത്ര വണ്ണല്ലാണ്, മഫത്തൊക്കെ കുത്തിയിട്ട് കണ്ണാടൊക്കെ വെച്ചിട്ട് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഡോക്ടറാണ് പറഞ്ഞു. പിന്നെ അപ്പം ഡാന്നാണ് എന്നെ വിളിക്കുക. എടാ കുറച്ച് ദിവസം കഴിഞ്ഞ് കാറാവും, ഹോസ്പിറ്റലിൽ നിന്ന് കാറ് വിട്ട് വരും. അതിൻ്റെ ഈ തിക്കപ്പാച്ചിൽ ആണ്. പിന്നെ സ്റ്റോപ്പുകളൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല. ഇവിടെ അല്ല, അത് കൊല്ലത്താണ് വീട്. അപ്പം ആണോ. അങ്ങനെ പിന്നെ പിന്നെ ഇതിന് തീരെ കാണാറില്ല കേട്ടോ. അവിടുന്ന് കുറേ ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഇത് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നേ. ഞാനും ചേച്ചിയും കൂടിയിട്ട് ഇവിടെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നേ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഇത് എവിടുന്ന് ഈ നടന്നു വരണേന്ന് ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരണേ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ച് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോകണം. അപ്പം ഇതിൻ്റെ കയ്യിലൊരു കൊച്ചുണ്ട്. അപ്പോൾ വന്നിന്നോട് എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്, ഫസ്റ്റത്തെ ബർത്ത്ഡേ ആണ്, വായട്ടോ എന്നാണ്. എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ആളവിടുന്ന് വന്നത്. എനിക്കിന്നെ മുന്നേ പരിചയം ഒന്നുമില്ല. ഇവിടെ നിന്ന് നമ്മൾ കാണുമ്പോഴുള്ളൊരിത് അങ്ങനെ സംസാരിച്ച് ആ പരിചയം മാത്രമുള്ളൂ ഇതിനായിട്ട്. പിന്നെ എന്താ വരണട്ട, പിള്ളേരൊക്കെ കൂട്ടിയിട്ട് എന്തായാലും വരണം, മറക്കരുത് എന്ന് പറഞ്ഞിട്ട് 5 മണിക്ക് ശേഷമാണ് ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു എന്നാണ്. അപ്പോൾ കൊടുത്ത ചേച്ചിനോട് എന്തായാലും പോകണം, അന്നെ ഇവിടെ വന്നിട്ട് വിളിച്ചതല്ലേ നീ, എന്തായാലും ഞാൻ പെൺകുട്ടിയാണ്, അന്ന് എനിക്കിതിന് കൊച്ചുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി നേരം വേഗണയിൽ കാര്യമൊന്നുമില്ല. കാരണം ഈ കൊച്ചിനെ നമ്മൾക്ക് 2 കൊച്ചുകളല്ലേ, നമ്മൾക്ക് അറിഞ്ഞൂടെ ഓരോ കുട്ടികളെ
നോക്കി നമുക്ക് തന്നെ നേരം കിട്ടണം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി പഠിച്ചോനെ ഈ ചോറും കറിയൊക്കെ വെച്ച് ഇതിന് കൊണ്ടുപോകാനുള്ള ഭക്ഷണമൊക്കെ വെച്ചിട്ട് വേണ്ടേ. അപ്പോൾ ഈ ഒരു വയസ്സുള്ള കുട്ടീനെ ഇട്ടിട്ടാണ് ജോലിക്ക് പോണത്. അപ്പോൾ ഞാൻ എന്തായാലും വരാം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി നേരം വൈകിയതിൻ്റെ കാരണം. അപ്പം നമുക്ക് മനസ്സിലായി. അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ബർത്ത്ഡേ പാർട്ടിക്ക് ഇവിടുന്ന് കടയിൽ നിന്ന് 5 മണിക്ക് പോയി 1.5 മണിക്കൂർ 6:30 ആയപ്പോൾ കടയിൽ തന്നെ തിരിച്ചു വന്ന്. 7 വരെയും കട ഉണ്ടല്ലോ. 6:30 ആകുമ്പോൾ കടയിൽ തന്നെ തിരിച്ചു വന്നു. കേക്ക് മുറിച്ച് അപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു, കടയ്ക്ക് പോകും. അവിടുന്ന് കുറച്ച് ഒരു പിറ്റേ ദിവസമാണെന്നറിയില്ല, അതിൻ്റെ പിറ്റേ ദിവസമാണെന്നറിയില്ല, ഞാൻ ഇവിടെ കസ്റ്റമറിന് കൊടുക്കണം. ആ സമയത്ത് ആൾ ഓടി വരുന്നിട്ടാ. അപ്പം എന്നോട് എനിക്ക് കാറായിന്ന് പറഞ്ഞു. ആണോ, ഞാൻ അതല്ല കാണാത്തത്. അങ്ങനെ ആളെന്ത് ചെയ്തു, പോയി. ആൾ കടയിൽ വന്നിട്ട് എൻ്റെ ഫോൺ നമ്പർ ചോദിച്ചു. അപ്പം ഞാൻ പഠിച്ചോനെ എന്തിനാണോ മനസ്സിൽ വിചാരിച്ചിട്ടാ. അപ്പം ഞാൻ നമ്പർ കൊടുത്തു. നമ്പർ താടുവെന്ന് പറഞ്ഞു. എടാന്ന് വിളിക്കാം. നമ്പർ താടുവെന്ന് പറഞ്ഞു. അതിന് വർത്താനം കേൾക്കാൻ നല്ല സൂപ്പർ വർത്താനം. നമുക്കിങ്ങനെ വർത്താനത്തിന് അലിഞ്ഞിരിക്കുകയെന്ന് അറിയില്ലേ, അതേമാതിരിയാണ്. അങ്ങനെ എന്ത് ചെയ്തു, നമ്പർ കൊടുത്തു. അവിടുന്ന് ഇതന്നെ പോകുമ്പോൾ എന്നെ വിളിച്ചാൽ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരണ്ട, ഞാൻ കടയിൽ വന്നിട്ടുണ്ട്, ഞാൻ ചോറായിട്ടാണ് എന്നും ഡെയിലി വരെ. ഉച്ചയ്ക്ക് ചോറ് ഉമ്മ കൊടുന്നു തരുട്ടാണ്. ഞാൻ പറഞ്ഞു ഞാൻ ചോറ് കൊടുന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു. എടാ ഉമ്മ ചോറ് വെച്ചിട്ടുണ്ട്, ഉമ്മ ഉച്ചയാകുമ്പോൾ ഈ താനിക്ക് വിളിക്കും ടോന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഞാൻ ആ വിഷയം വിട്ട്. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് കോള് തന്നെ. ഞാൻ ആരായിരിക്കും എന്ന് വെച്ചിട്ട് ഹലോ എന്ന് പറഞ്ഞു. മോളെ ഉമ്മാണ്, ഇവിടെ നിന്നാണ് എന്ന് പറഞ്ഞു. അപ്പം എന്തുമ്മ? ആമിനാൻ്റെ ഉമ്മാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്തുമ്മാന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു മോള് ഇങ്ങോട്ട് വായോ, ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് വെച്ചു, അല്ലെങ്കിൽ ഉമ്മ ഇങ്ങോട്ട് വരാമെന്നാണ്. ഞാൻ പറഞ്ഞു എന്തിനാ? മോള് ബർത്ത്ഡേക്ക് വന്നിട്ട് ഫുഡ് കഴിക്കാണ്ടല്ലേ പോയതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫുഡ് കഴിക്കാണ്ട് അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ വേഗം ഇങ്ങോട്ട് കടയ്ക്ക് കയറണ കാരണം ഇങ്ങോട്ട് വന്നു. അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ്. അതല്ല മോള് ഫുഡ് ഉമ്മ കൊടുന്നു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട ഉമ്മ, ഞാൻ ഉച്ചയ്ക്ക് ചോറ് കൊടുത്തിട്ടുണ്ട്, പിന്നെ എന്തിനാണെന്ന് വെച്ചു. അപ്പോൾ അവിടുന്ന് ആണോ എന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇതിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം, ഉമ്മ അങ്ങോട്ട് കൊടുന്നു തരാം, കുഴപ്പമില്ല എന്നാണ് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പം ഞാനിതിങ്ങനെ പറയണത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും വൈകുന്നേരം കട കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ഞാൻ കട കഴിഞ്ഞ് പോണ സമയത്ത് ഞാൻ അവിടെ കയറി. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പൊരിച്ചത്, സർലാക്ക് ഉണ്ടെന്ന് തോന്നുന്നു, സർലാക്ക് ഒക്കെ കൂടിയിട്ട് പാത്രത്തിലാക്കി വെച്ചിരിക്കണം ഇന്നേം കാത്തിട്ട്. അപ്പം ഞാൻ ചൂനി എനിക്കൊരു പരിചയമല്ല, ഈ ഒരു ഇവിടുന്ന് കണ്ടിട്ടുള്ള പരിചയമുള്ളൂ, അത് ഇത്രയും വലിയ ആൾക്കാർ, നമ്മളൊന്നുമല്ല. അപ്പം നിങ്ങളെ നാട് ഇവിടെ അല്ല, ജോലിയായിട്ട് ഇവിടെ വന്നതാണെന്ന്. അന്ന് ആ ബർത്ത്ഡേക്കാണ് ഇതിൻ്റെ ഹസ്ബൻഡിനെ കണ്ടത്. ഹസ്ബൻഡും ഡോക്ടറാണ്. ആ ഹസ്ബൻഡിനെ മുന്നേ അറിയാം, കാരണം ഉണ്ണികളെ നമുക്ക് ചെറിയ മക്കളാണുള്ളത്. അവരെന്നും നമ്മൾ ഡോക്ടർ ഇത് കാണിക്കാൻ പോകുമ്പോൾ അടുത്ത് തന്നെ ഹസ്ബൻഡിന് ഇതാണ് ഇതിൻ്റെ ഹസ്ബൻഡ് എന്ന് നമുക്കറിയില്ല. അങ്ങനെ അപ്പം ഞാൻ അതുകൊണ്ടൊന്ന് വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞു ശരി കേട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു. ഞാൻ പറഞ്ഞു ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വായോ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് എടാ ഒരു 12 മണിയാവും മെസ്സേജ്, എടാ ഇയാൾ വീട്ടിലുണ്ടോ എന്ന് വെച്ചിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ, ഞങ്ങൾ വരുന്നുണ്ട് കേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പറഞ്ഞു ഇറങ്ങുമ്പോൾ വിളിക്ക്, ഞാൻ വഴി ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെ വീടിൻ്റെ അവിടെ എത്തിയിട്ട് വീട്ടിൽ വന്നു. എൻ്റെ പൊന്നേ എന്താ പറയുക, കുറേ അവർ ഉമ്മ ഉണ്ടാക്കി വാഴയുടെ ഇലയിൽ പഴംപൊരി ഉണ്ടാക്കിയിട്ട് അത് കുറേ പപ്സ് ഫ്രൂട്ട്സ്, മുന്നൊന്നും നമുക്ക് ഇറ്റിങ്ങളെ പരിചയമൊന്നുമില്ല. അങ്ങനെ അവിടുന്ന് കുറേ കുട്ടികളും ഇല്ലേ, പിന്നെ കുട്ടികൾ വെക്കേഷനായിട്ട് വീട്ടിൽ നിൽക്കാൻ പോയിക്കണം. കുറേ ഫുഡും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് വന്നിരിക്കും. ഇതൊക്കെ എന്തിനും ഇവിടെ ആൾ തിന്നാണ്ടെങ്കിലല്ലേ ഇതൊക്കെ കൊടുത്തിട്ട് കാര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അപ്പുറത്തെ വീട്ടിലത്തെ പിള്ളേർക്കൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വന്ന് കുറേ നേരം സംസാരിച്ച്. ഉമ്മ ഉപ്പ കൊച്ചിനേറ്റൊക്കെ വന്നു. കൊച്ചാണെങ്കിൽ ഒരാളെ കൂട്ടാക്കാത്ത കൊച്ചാണ്. എൻ്റെ അടുത്തേക്ക് കൊച്ച് വന്നു എടുത്തു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന കുറേ സൗഹൃദം ഇതുണ്ടല്ലോ കൂട്ടുകാരത്തികളൊക്കെ. അപ്പോൾ കൂട്ടുകാരത്തിയാണോ എന്ന് ചോദിച്ചാൽ കൂട്ടുകാരത്തി അങ്ങനെ ഡെയിലി വിളിക്കും. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ മെസ്സേജ് ഒരു പ്രാവശ്യം ഞാൻ വിളിച്ചപ്പോൾ നമ്മൾ എത്ര തിരക്കിൻ്റെ ഇടയിൽ വിളിച്ചാലും ആൾ ഫോൺ എടുക്കൂട്ടാ. പിന്നെ തിരക്കിലുണ്ടാവും, കാഷ്വാലിറ്റിയിൽ ആളുണ്ടടാന്ന് പറയും. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മെസ്സേജ് വിട്ടാൽ ആ മെസ്സേജിന് ആൾ എങ്ങനെയായാലും മറുപടി തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ആ മെസ്സേജിൽ മറുപടി തന്നിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും വലിയ ഒരു ജോലിയിലിരിക്കുന്ന ഒരാൾ
ഒരു 10ാം ക്ലാസ്സും ഗുസ്തിയും മാത്രമുള്ള ഇന്നേറ്റ് അങ്ങനത്തെ ഒക്കെ ഒരു സൗഹൃദങ്ങൾ കിട്ടുമ്പോണ്ടല്ലോ നമ്മൾക്ക് എന്തെന്നറിയില്ല, പെട്ടെന്ന് അവരായിട്ട് അറ്റാച്ച് ആയി. ഇപ്പോഴും ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും, പോകുമ്പോൾ ആളെ കാണാറുണ്ട്. അങ്ങനത്തെ ഒരു സുഹൃത്ത് ബന്ധം ഇപ്പോൾ അടുത്ത് 2-3 മാസത്തിൻ്റെ ഇടയിൽ ഉണ്ടായി. ചിലവരുണ്ട് കേട്ടോ, നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ വിശ്വസിച്ചിട്ട് വല്ല കാര്യങ്ങളാണ് എന്തെങ്കിലുമൊക്കെ പറയണത്, ലാസ്റ്റ് അത് എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ നമുക്ക് ഇട്ടിട്ട് തന്നെ പ്രയോഗിക്കും. അങ്ങനത്തെ ഞാനാണെങ്കിലും എല്ലാവരും വിശ്വസിക്കുന്ന ടൈപ്പായിരുന്നു. ഇപ്പോഴും നല്ല പണ്ട് തന്നെ ഈ കടയിൽ ഇങ്ങനെ പോക്ക് തുടങ്ങിയപ്പോഴാണ് കുറച്ച് വർത്തമാനം പറയാനൊക്കെ അറിഞ്ഞു. ആദ്യം ഒരു മനുഷ്യനായിട്ട് ഞാൻ വർത്തമാനം പറയേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കടയിൽ പോലെ തുടങ്ങി ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓരോ കസ്റ്റമറായിട്ട് വർത്തമാനം ഇപ്പോൾ ആരും എന്തടിയെന്ന് ചോദിച്ചാൽ എന്തടാന്ന് ചോദിക്കാനുള്ള ധൈര്യമൊക്കെ വന്നു തുടങ്ങി. പണ്ട് ഒന്നും മിണ്ടൂല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടിട്ട് നേരെ വീട്ടിലേക്ക് വരും. അങ്ങനെ ഇപ്പോൾ ആരെന്ത് ചോദിച്ചാലും സ്പോട്ടിൽ മറുപടി കൊടുത്ത്, നമുക്ക് പറ്റാത്തത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ മറുപടി കൊടുത്തിട്ടേ വീട്ടിലേക്ക് വരും. അങ്ങനത്തെ ഒരു സ്വഭാവം കൂടി ഉണ്ട് എനിക്ക്. അപ്പം ഞാൻ ഓരോ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുമ്പോഴും നമുക്ക് ചില ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ. കുറേ എൻ്റെ കല്യാണം കഴിഞ്ഞൊക്കെ ഒരു അവസരം ഒരു ഫാമിലി എന്നൊക്കെ പറയാം. ഞാനുണ്ടല്ലോ എൻ്റെ ഒരു സാധനം കേട്ടോ, ഒരു മുതലാട്ടെ ഒരാളോടും ചോദിക്കൂല. എൻ്റെ ഭർത്താവിനോടട്ടാ വേറൊരാളോട് ഞാൻ ചോദിക്കൂല. എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഒരാവശ്യം വന്നാൽ ഊരി കൊടുക്കുക. ഒരാവശ്യം കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് തരില്ല. അങ്ങനെയൊക്കെ നമ്മളിഷ്ടത്തിന് നമ്മൾ ഊരി കൊടുത്തിട്ട് നമ്മൾ കുറേ ആൾക്കാരെ നിന്ന് കേട്ടിട്ടുണ്ട്. നമ്മളെ മുതൽ കൊടുത്തിട്ട് നമ്മളത് ചോദിക്കുമ്പോൾ തരാൻ പറ്റില്ല, നമ്മൾ ഇവരാരോടും ചോദിക്കാണ്ടൊക്കെയാണ് കൊടുക്കണേ. അതൊക്കെ എനിക്കാണെങ്കിലോ അന്നൊക്കെ ഭയങ്കര സങ്കടമായിട്ട്, പഠിച്ചോനെ ഇവരെ വിഷമം കണ്ടിട്ടാണല്ലോ ഞാനിത് കൊടുത്തത്. അത് നമ്മളെ ഫാമിലിയിലുള്ളവരാണെങ്കിലും എല്ലാത്തവരാണെങ്കിലും നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പം നമ്മളോട് ചോദിക്കുന്നത് 10 ദിവസം 15 ദിവസം അത് കിട്ടിയാൽ ഇത് തിരുമറി ചെയ്തിട്ട് തരാം എന്ന് പറഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മത് കൊടുത്ത്. ഇപ്പോൾ നമുക്ക് ആൾക്കാരൊക്കെ എന്നാലും ജീവിതത്തിൽ ചില ഇതൊക്കെ വരുമ്പോഴല്ലോ പടച്ചോൻ അങ്ങനെ ആത്മാർത്ഥ കൂടുതലായതുകൊണ്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നമ്മൾ ആരെങ്കിലും വിശ്വസിച്ചിട്ട് ഇത് ചങ്കിനിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ പണി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുമ്പോൾ കുറച്ച് അകലം പാലിച്ചിരിക്കും. കാരണം പേടിയാണ്, എപ്പോഴാണ് എവിടെ നിന്നാണ് കിട്ടുകയെന്നുള്ളത് പേടിച്ചിട്ട്. അപ്പോൾ നല്ലൊരു സൗഹൃദം കിട്ടിയെന്ന് പറയാം. അങ്ങനെയൊക്കെ ഓരോ ബന്ധങ്ങൾ. പിന്നെ അതേമാതിരി തന്നെ ഒരു ചെറിയൊരു കാര്യം, നമ്മളിപ്പോൾ ഒരാളോട് നമ്മൾ ചോദിക്കില്ലേ എന്താണ് എന്നൊക്കെ, നമ്മൾ വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും ചോദിച്ചിട്ട് നമ്മൾ അടുത്തുള്ളവരാണെങ്കിലും ഫാമിലിയിലുള്ള ആരെങ്കിലുമൊക്കെ എന്താണ് വിശേഷം, എന്താ അവിടുത്തെ വിശേഷം, നമ്മളിവിടുത്തെ വിശേഷമൊക്കെ പറയണം. അപ്പം അതിൻ്റെ എല്ലാം അവിടെ അത് കേട്ടല്ലോ ഇവിടെ ഇത് കേട്ടല്ലോ, നമ്മൾ പറയാത്തത് അതിൻ്റെ ഇരട്ടിയാക്കിയിട്ട് അവൾ അവൾക്ക് ഫോൺ, നമ്മൾ ഈ സംഭവങ്ങളൊന്നും അറിയില്ല. ലാസ്റ്റ് അതിൻ്റെ ഇരട്ടിയാക്കിയിട്ട് പറയുന്ന ടീമുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ടല്ലോ, കുറേ ആൾക്കാരെയും കുറേ സിറ്റുവേഷനുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റിച്ചു. ഈ കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷത്തിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ, അത് ഫാമിലി ആവട്ടെ കുറേ കൂട്ടുകാരാവട്ടെ എല്ലാവരും മനസ്സിലാക്കാൻ പഠിച്ചു. അതിൽ നല്ലതും ഉണ്ട് കേട്ടോ, കുറേ നല്ല കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്നവരുണ്ട്. നല്ലതും ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ടെന്നല്ലേ പറഞ്ഞത്, അതേപോലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.